പഞ്ചരത്നങ്ങൾ തിളങ്ങിയ തുരീയം സമാപന വേദി. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ. പോത്താങ്കണ്ടം ആനന്ദഭവന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ കഴിഞ്ഞ 41 ദിവസത്തെ സംഗീത സാന്ദ്രമാക്കിയ 21ാമത് തുരീയം സംഗീതോത്സവത്തിന്റെ സമാപന വേദി പ്രഗത്ഭരും പ്രശസ്തരുമായവരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. പരിപാടിക്ക് ചുക്കാൻ പിടിക്കുന്ന സ്വാമി കൃഷ്ണാനന്ദ ഭാരതി സ്വാഗതം പറഞ്ഞ സമാപന സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ ടി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിയിൽ എല്ലായിടത്തും സംഗീതമുണ്ടെന്നും കേൾക്കാനുള്ള മനസ്സാണ് വേണ്ടതെന്നും ശുദ്ധ സംഗീതത്തിൽ മുങ്ങിക്കുളിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് പയ്യന്നൂരുകാരെന്നും അദ്ദേഹം പറഞ്ഞു. സംഗീതത്തിന്റെ വിശ്വഗുരുവായ ചൗരസിയെ ഈ പ്രായത്തിലും ഒരു വേദിയിലെത്തിക്കാൻ സ്വാമീജിക്കല്ലാതെ മറ്റാർക്ക് സാധിക്കുമെന്നും അദ്ദേഹം ചോദിച്ചു. പ്രായം ഏറെയായി, രോഗാതുരനും ആകുന്നു. എന്നിട്ടും ഞാൻ സ്വാമിജിയുടെ പരിപാടികളിലെല്ലാം പരമാവധി എത്തിച്ചേരാറുണ്ട്. അത് സ്വാമിജിയോടുള്ള ബഹുമാനമാണോ സംഗീതത്തോടുള്ള പ്രേമമാണോ എന്നെനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. എത്ര കാലമാണ് ഇതിന് തുടർന്ന് പോവുക എന്നതിനെക്കുറിച്ചും ഒരു ബോധമില്ല. എങ്കിലും കഴിയുന്നത്ര കാലം ഇത് തുടരണം എന്നാണ് എൻ്റെ ആഗ്രഹം. സംഗീതം പ്രകൃതിയിലൊക്കെയുണ്ട്. മഴയിലുണ്ട്, കാറ്റിലുണ്ട്, എല്ലാറ്റിലുമുണ്ട്. കേൾക്കാനുള്ള ചെവിയും മനസ്സും നമുക്കുണ്ടാകണം എന്നേ ഉള്ളൂ. കേരളത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മഴക്കാലത്തിൻ്റെ ആഗമനം വിളംബരം ചെയ്തുകൊണ്ട് പാട്ട് പാടുന്ന പക്ഷി വണ്ണാത്തിപ്പുള്ളാണ്. വണ്ണാത്തിപ്പുള്ളിനെ കുറിച്ച്, അതിൻ്റെ സംഗീതത്തെക്കുറിച്ച് ഏറ്റവും അധികം എഴുതിയിട്ടുള്ളത് മഹാകവി കുമാരനാശാനാണ്. പുറവേലിക്കെട്ടിനകത്ത് നിന്നും ചെറു വണ്ണാത്തിപ്പുള്ളുണർന്ന് പാടി ധാരാളമുണ്ട് വണ്ണാത്തിപ്പുള്ളിനെക്കുറിച്ച്. പക്ഷെ കവികൾ പൊതുവെ കുയിലിനെ കുറിച്ചാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ കുയിലിനോട് ഒരു വിരോധം എനിക്കില്ല. ഇന്ന് വരെ കുയിലിൻ്റെ പാട്ട് എനിക്ക് ഇഷ്ടപ്പെടാൻ കഴിഞ്ഞിട്ടില്ല, സത്യമാണ്. പക്ഷെ വണ്ണാത്തിപ്പുള്ളിനെ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നു. എന്നെ ഒന്നിച്ച് മഹാകവി കുമാരനാശാനുമുണ്ട്. കുമാരനാശാൻ തൻ്റെ കവിതകളിൽ ഒട്ടേറെ ദിക്കിൽ വണ്ണാത്തിപ്പുള്ളിനെ കുറിച്ച് പ്രകീർത്തിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രകൃതിയിൽ എവിടെയും സംഗീതമുണ്ട്. കേൾക്കാനുള്ള മനസ്സുണ്ടായിരിക്കണം, അത്രയേ ഉള്ളൂ. 98ൻ്റെ പടിവാതിൽക്കലാണ്. 98ൻ്റെ പടിവാതിൽക്കൽ. വയ്യ ഇപ്പോൾ കയറിയത് തന്നെ സ്റ്റെപ്പ് കുറേ ആളുകൾ കൂടി എടുത്തു പിടിച്ചിട്ടാണ്. വീണുപോയാൽ എൻ്റെ പണി തീരും. പക്ഷേ അവിടെയും വരുന്നു കഴിയുന്നിടത്തോളം. സ്വാമിജി എത്ര കാലം ഇത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അത് കാരണം സ്വാമിജിയുടെ അനാരോഗ്യം നിമിത്തമല്ല. വലിയ പണച്ചെലവുണ്ട്.
വലിയ പണച്ചെലവുണ്ട്. എനിക്കറിയില്ല എങ്ങനെയാണ് ഇത് നടത്തുന്നത് എന്ന്. ഏതായാലും സ്വാമിജി ആവുന്നത്ര കാലത്തോളം ഇത് നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വാമിജിക്ക് എല്ലാവിധ ആയുരാരോഗ്യങ്ങളും നേർന്നുകൊണ്ട് എനിക്ക് വേണമെന്നില്ല, എനിക്കുള്ളതും സ്വാമിജിക്ക് ഞാൻ കൊടുക്കും. സ്വാമിജിയും ദീർഘകാലം ഇത് നടത്തട്ടെ. പയ്യന്നൂരിലുള്ള ഭാഗ്യവാന്മാരായ ജനങ്ങൾ സംഗീതത്തിൻ്റെ ശുദ്ധമായ അലയാഴികൾ മുങ്ങിക്കുളിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ. ലോകത്താർക്കും സംഘടിപ്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സംഗീത സദസ്സ് ഒരുക്കുന്ന സ്വാമിജിയുടെ ക്ഷണം നിരസിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ 98-ാം വയസ്സിലും താൻ ഇവിടെ എത്തിയതെന്നും തനിക്ക് കിട്ടിയ ഈ ആദരവ് സ്വാമിജിക്ക് തന്നെ സമർപ്പിക്കുന്നുവെന്നും ലോകപ്രശസ്ത ക്ലാസിക്കൽ ഫ്ലൂട്ടിസ്റ്റും സംഗീത സംവിധായകനുമായ പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസ്യ പറഞ്ഞു. 98 हम लोग अभी साथी हो गए, but he is also attending every year. He is here and I appreciate. Thank you very much, sir. यहाँ पर आके मुझे एक प्रेरणा मिलती है. इतनी बड़े ऑडियंस को देखा, भगवान ने रिसीव किया, बारिश हुआ और हम लोग आए ऊपर, थोड़ी देर बैठे बात हो. तो ऐसा मौका, ऐसा अवसर मुझे लगता है केरला में ये एक जगह है जहाँ मैं 14-15 साल से आता हूँ. It's a great honor to be here with Swamiji and his disciples. I will never forget, and I'm here every year, whether I play or not, but I'm here just to get Saul and Kandan and his Ashirwad also. And I hope you are not forgetting me, you are going to remember me. Today I don't have any musician who is going to accompany me, but I will play something for you. Sure. Thank you so much. ആഗോളതലത്തിൽ തന്നെ ഏറ്റവും വലുതായ ഈ സംഗീതോത്സവത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയതിലും വർഷങ്ങൾക്ക് ശേഷം സംഗീത കുലപതി ചൗരസ്യയുടെ കൂടെ വേദി പങ്കിടാൻ പറ്റിയതും മഹാഭാഗ്യമായി കരുതുന്നുവെന്നാണ് മലയാളത്തിന്റെ പ്രിയ ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി അഭിപ്രായപ്പെട്ടത്. തുടക്കം നാദത്തിലായിരുന്നു. ആദ്യമായി ഉണ്ടായത് നാദമാണ്. നാദമാണ് ഈ മഹാവിശ്വമായി വികസിച്ചത്. ആ നാദത്തിൻ്റെ വിത്തിനെ ഭാരതീയർ ഓങ്കാരം എന്ന് വിളിച്ചു. ഭൗതിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഈ പ്രപഞ്ചമുണ്ടായത് മഹാവിസ്ഫോടനത്തിൽ നിന്നാണ്. ഒരു മഹാവിസ്ഫോടനം, ഒരു വലിയ എക്സ്പ്ലോഷനിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത്. എക്സ്പ്ലോഷൻ നാദം തന്നെയാണ്. ബൈബിൾ തുടങ്ങുന്നത്, പുതിയ നിയമം തുടങ്ങുന്നത് ആദിയിൽ വചനമുണ്ടായി എന്നാണ്. ആദിയിൽ വചനമാണ് ഉണ്ടായത്. വചനം ശബ്ദമാണ്. ശബ്ദത്തിൻ്റെ ഭാഷയാണ് സംഗീതം. മറ്റേതൊരു കലയേക്കാളും സംഗീതത്തിന് മുൻതൂക്കം കിട്ടാനുള്ള കാരണം ഇതാണ്. തുടക്കം നാദമായിരുന്നു. ഇന്നേ വരെ ഒരു പാട്ട് ഞാൻ എഴുതിയിട്ടില്ല. ഞാൻ പാട്ട് മനസ്സിൽ പാടുന്നു, അത് പാടി പൂർത്തിയാക്കിയതിന് ശേഷം ഞാൻ കടലാസിൽ എഴുതുന്നു. അതുകൊണ്ടാണ് ഈണമനുസരിച്ച് പാട്ടെഴുതുന്ന അവസ്ഥ വന്നപ്പോൾ എനിക്ക് നിഷ്പ്രയാസം അത് സാധിച്ചത്. വളരെ അഭിമാനപൂർവ്വം പറയട്ടെ, ആരാധ്യനായ ചൗരസ്യ ഞാൻ എഴുതിയ പാട്ടുകൾക്ക് പുല്ലാങ്കുഴൽ വായിച്ചിട്ടുണ്ട്. ഏതോ ഒരു സ്വപ്നം എന്ന ചിത്രത്തിൻ്റെ സംഗീത സംവിധായകൻ സലീൽ ചൗധരിയാണ്. ഞാൻ നിർമ്മിച്ച സംവിധാനത്തെ ചിത്രമാണ് ഏതോ ഒരു സ്വപ്നം. അതിൽ നിങ്ങൾക്കറിയാം പാട്ടുകൾ. പൂമാനും പൂത്തുലഞ്ഞ് പൂവള്ളിക്കുടിൽ എൻ്റെ കരൾ വിടർന്നോ കിളി
അതിലെ പുല്ലാങ്കിൽ വായിച്ചിരിക്കുന്ന ഈ മഹാരാജാണ്. നിൻചിരിയിലലിയുന്ന ജീവരാഗം. ഇത് താളം, ഇത് വെസ്റ്റേൺ സ്റ്റൈൽ പറയുന്നു. ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം, നിൻകരിയിൽ അലിയുന്നൻ ജീവരാഗം എന്ന് പാടുന്നില്ല. അത് നമ്മുടെ സംസ്കാരം, നമ്മുടെ സംഗീതമല്ല. പക്ഷേ ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? ലോക സംഗീതം ഒന്നായപ്പോൾ നമ്മുടെ തനിമ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംഗീതത്തിന്റെ മനുഷ്യരൂപമാണ് സ്വാമിജിയെന്നും സ്വാമിജി വിളിക്കുമ്പോൾ സംഗീതമാണ് വിളിക്കുന്നതെന്ന് തോന്നാറുണ്ടെന്നുമാണ് മലയാളത്തിന്റെ പ്രിയ സംവിധായകൻ ജയരാജ് പറഞ്ഞത്. സ്വാമിജിയുടെ നാടായ കോട്ടയംകാരനായതിൽ തനിക്ക് ഏറെ അഭിമാനമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പഞ്ചരത്നങ്ങൾ തിളങ്ങുന്ന ഈ അപൂർവവേദിയിൽ ഇരിക്കാൻ തങ്ങൾക്ക് കിട്ടിയ ഈ അവസരം അപൂർവ സൗഭാഗ്യമായാണ് കാണുന്നതെന്നും അതിന് സ്വാമിജിയോടുള്ള കടപ്പാട് വാക്കിൽ ഒതുക്കാൻ കഴിയാത്തതാണെന്നും തുടർന്ന് സംസാരിച്ച വി കുഞ്ഞികൃഷ്ണൻ MLA, M മുകുന്ദൻ, പി ശ്രീകുമാർ, ഡോക്ടർ സോമശേഖരൻ, കൊച്ചുകലാകാരി ആഹ്ന വൃന്ദ എന്നിവരും അഭിപ്രായപ്പെട്ടു. ആധ്യാത്മിക മേഖലയിലും കലാരംഗത്തും സജീവമായി പ്രവർത്തിക്കുകയും കഥകളിയുടെ മുദ്രകളും ക്ലാസിക്കൽ നൃത്തവും സമന്വയിപ്പിച്ച് സോപാന നൃത്തം എന്ന പുതിയ കലാരൂപം വേദിയിലെത്തിക്കുകയും തീർത്ഥപാദ പരമ്പരയിലെ സന്യാസവര്യനായി സ്ഥാനമേറ്റ ശേഷവും തൻ്റെ കലാസപര്യ തുടരുകയും ചെയ്യുന്ന സ്വാമി കൃഷ്ണമയാനന്ദ തീർത്ഥപാദർ, പ്രശസ്ത വയലിൻ മാന്ത്രികൻ ചൗഡയ്യയുടെ പേരമകനും ഫ്ലൂട്ടിൽ നാദവിസ്മയം തീർക്കുന്ന കലാകാരനുമായ മൈസൂർ ചന്ദൻ കുമാർ എന്നിവർ വേദിയിൽ വെച്ച് ഈ വർഷത്തെ തുരീയം കീർത്തിമുദ്ര ഏറ്റുവാങ്ങി. തുരീയം വേദിയിൽ രാമായണ ശീലുകൾ അവതരിപ്പിച്ച് പ്രേക്ഷകരെ കയ്യിലെടുത്ത കൊച്ചു കലാകാരൻ ദേവക് മഹേഷിനെയും ഈ വേദിയിൽ വെച്ച് ഉപഹാരം നൽകി അനുമോദിച്ചു. പോത്താങ്കണ്ടത്തെ മഹേഷിൻ്റെയും ശ്രീജിയുടെയും മകനാണ് UKG വിദ്യാർത്ഥിയായ ഈ മിടുക്കൻ. അവാർഡ് ജേതാക്കൾ മറുപടി പ്രസംഗവും നടത്തി. ടി പത്മനാഭന്റെ ചെറുകഥയെ അവലംബിച്ച് ജയരാജ് ഒരുക്കിയ ഗാസയിലെ കുട്ടികൾ എന്ന ഹ്രസ്വ ചിത്രവും വേദിയിൽ പ്രദർശിപ്പിച്ചു. അവരെന്തെങ്കിലും കഴിച്ചിട്ട് ദിവസങ്ങളായി അവരുടെ അച്ഛനമ്മമാർ മരിച്ചിരിക്കുന്നു. കാൻഫെഡ് ഫെസ്റ്റിവലിൽ ആയിരക്കണക്കിന് ചിത്രങ്ങളോട് മത്സരിച്ച് 11ാം സ്ഥാനത്തെത്തിയ ചെറു സിനിമയാണ് ഗാസയിലെ കുട്ടികൾ. തുടർന്ന് മൈസൂർ ചന്ദൻ കുമാർ അടക്കമുള്ള നിരവധി പ്രമുഖർ അണിനിരന്ന പഞ്ചരത്ന കീർത്തന ആലാപനത്തോടെയാണ് ഈ വർഷത്തെ തുരീയം സംഗീതോത്സവത്തിന് തിരശ്ശീല വീണത്.
വടക്കൻ വാർത്തകൾ, ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്. പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. ഒഴിച്ചിൽ, കിഴികൾ, ധാര, വസ്തി, നസ്യം, പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ. വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. കൃത്യതയാർന്ന പരിചരണം. പ്രകൃതിദത്ത ഭക്ഷണം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ.